തൃശ്ശൂർ പൂത്തോളുള്ള ജയലക്ഷ്മി കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവിൻ്റെ ഒരു ഷോറൂമുണ്ട്. നമ്മൾ സ്ഥിരം കാണുന്ന പ്രസ്റ്റീജിൻ്റെ പ്രോഡക്ട്സിൽ നിന്ന് മാറിയിട്ട് എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇവിടെ ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ ജൂൺ 30 വരെ ഇവരുടെ ഒരു ഗംഭീര ഓഫറും നടക്കുന്നുണ്ട്. എനിത്തിങ് ഫോർ എനിത്തിങ് എക്സ്ചേഞ്ച് ഓഫറാണ് ഇവിടെ നടക്കണേ. അതായത് നമ്മുടെ വീട്ടിലുള്ള ഏത് പഴയ സാധനങ്ങളും, അതിപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല, ആ പഴയ പ്രോഡക്ട്സ് മാറ്റിയിട്ട് നമുക്ക് പുതിയ പ്രസ്റ്റീജിൻ്റെ പ്രോഡക്ട്സ് വാങ്ങാനുള്ള ഒരവസരമാണിത്. ഞങ്ങളിവിടെ 1.5 ലിറ്ററിൻ്റെ ചെറിയൊരു കുക്കർ കണ്ടേ. അതിൻ്റെ MRP വരുന്നത് 1295 രൂപയാണ്. ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വെറും 890 രൂപയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ 10 ലിറ്ററിൻ്റെ കുക്കറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ MRP 4890 ആണെങ്കിൽ ഓഫർ പ്രൈസ് വരുന്നത് വെറും 3600 രൂപയാണ്. ഈ ഒരു ഓഫർ ഇവിടെയുള്ള എല്ലാ പ്രോഡക്ട്സിനും അവൈലബിൾ ആണ്. അതിപ്പോൾ ട്രൈപ്ലൈ കുക്ക് വെയറുകളായിക്കോട്ടെ, കടുക് പൊട്ടിക്കാനുള്ള തടുക്ക പാൻ ആയിക്കോട്ടെ, ഇഡ്ഡലി പാത്രമോ ഗ്യാസ് സ്റ്റവോ മിക്സിയോ അങ്ങനെ എന്ത് പ്രോഡക്ട്സ് ആയിക്കോട്ടെ എല്ലാത്തിനും ഇവിടെ നല്ല ഓഫറുണ്ട്. ഈ കാണുന്നത് 1.5 ലിറ്റേഴ്സിൻ്റെ ഒരു വെറ്റ് ഗ്രൈൻഡറാണ്. ഇതിൻ്റെ MRP 7070 രൂപയും. എന്നാൽ ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് വെറും 4600 രൂപയാണ്. 1.5 ലിറ്ററിൻ്റെ മാത്രമല്ല, അതിനേക്കാൾ വലിയ ഗ്രൈൻഡറുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊരു ടിൽറ്റിംഗ് ടൈപ്പ് ഗ്രൈൻഡറാണ്. മാവ് നമുക്കിങ്ങനെ സുഖമായിട്ട് തിരിച്ച് പാത്രത്തിലേക്കൊക്കെ ഒഴിക്കാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്. അപ്പോഴാണ് ദിലീപ് മിസ്റ്റർ ബട്ട്ലറൊക്കെ യൂസ് ചെയ്ത പോലത്തെ ഒരു വെറൈറ്റി പ്രോഡക്റ്റ് ഞാൻ കണ്ടത്. പ്രസ്റ്റീജ് ഓംനി പോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. സംഗതി ഇലക്ട്രിക് ആണ്. ഒരു കുക്കിംഗ് പോട്ടും ഫ്രൈ പാൻ ഉൾപ്പെടുന്ന യാത്രകൾക്കോ അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൾട്ടിപർപ്പസ് പ്രോഡക്റ്റാണിത്. അതുപോലെ വലുതും ചെറുതായിട്ടുള്ള ഇലക്ട്രിക് റൈസ് കുക്കറുകൾ ഇവിടെ അവൈലബിൾ ആണ്. നല്ല റെഡ് കളറായിട്ട് എന്തൊരു ഭംഗിയാണ് ഈ പാത്രം കാണാൻ. ഈ പറഞ്ഞ എല്ലാ പ്രോഡക്ട്സും ഓഫറിൽ ഇട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഡിസ്കൗണ്ട് പ്രൈസോടെ നമുക്കിതൊക്കെ വാങ്ങാനും പറ്റും. 11,420 വില വരുന്ന ഫുഡ് പ്രോസസ്സർ ഉൾപ്പെടെയുള്ള ഈ ഒരു മിക്സിക്ക് എക്സ്ചേഞ്ച് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 7240 രൂപയാണ്. ഇതിൽ പച്ചക്കറി അരിയാനും മസാലകൾ പൊടിക്കാനും അവിയലിൽ ചതയ്ക്കാനും അരയ്ക്കാനും അങ്ങനെ എല്ലാത്തിനും പറ്റും. പ്രസ്റ്റീജിൻ്റെ പുതിയ മോഡലായിട്ടുള്ള പ്രസ്റ്റീജ് ഫ്യൂഷൻ 750 വാട്ട് മിക്സർ ഗ്രൈൻഡർ, അതിന് 5555 രൂപയാണ് MRP. എന്നാൽ ഓഫർ പ്രൈസ് വെറും 3390 രൂപ വരുന്നുള്ളൂ. അതുപോലെ ഫിറ്റ്നസ് ഒക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ പ്രസ്റ്റീജ് ന്യൂട്രിജെറ്റും കോൾഡ് പ്രസ് ജ്യൂസറും നല്ലൊരു ഓഫർ പ്രൈസിൽ നമുക്ക് പ്രസ്റ്റീജിൻ്റെ ഈ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഇത് കൂടാണ്ട് ഹെൽത്തി കുക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യണ കാസ്റ്റ് അയൺ പാത്രങ്ങൾ, അതിൽ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയതും അല്ലാത്തതായിട്ടുള്ള പല ഡിഫറെൻറ്റ് മോഡൽ പാത്രങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. യോഗട്ട് മേക്കർ, മുട്ട പുഴുങ്ങാനുള്ള പാത്രം, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് പ്രസ്റ്റീജിൻ്റെ വെക്ട്ര 3 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റവ് ആണ്. ഇതുപോലെ സ്റ്റാൻഡൊക്കെ ഇട്ട് പൊക്കി വെക്കാനും വളരെ ഈസി ആയിട്ട് ക്ലീനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റവാണ്. 11,020 രൂപ MRP വരുന്ന ഈ സ്റ്റവിന് എക്സ്ചേഞ്ച് ഓഫർ വരുന്നത് 7,050 രൂപയാണ്. നമ്മുടെ ഗ്യാസിൻ്റെ ലൈറ്ററൊക്കെ സുഖമായിട്ട് സൈഡിൽ വെക്കാനുള്ള ഒരു സ്പോട്ടും ഇതിനുണ്ട്. അപ്പോൾ മറക്കണ്ട, ജൂൺ 30 വരെയാണ് ഈ ഓഫർ നിലവിലുള്ളത്. അത് കൂടാണ്ട് ഈ വരുന്ന മെയ് 16 ശനിയാഴ്ച ഇവർ ഫ്രീ ആയിട്ട് ഒരു സർവീസ് ക്യാമ്പ് കൂടി വെച്ചിട്ടുണ്ട്. 16 പ്രസ്റ്റീജിൻ്റെ പഴയ പ്രോഡക്ട്സ് കൂടെ കൊണ്ടുവരാണെങ്കിൽ അത് നോക്കിയിട്ട് ശരിയാക്കാനും ഇനി അതല്ല എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവും. അത്യാവശ്യം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള നല്ല പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആ കാര്യവും പേടിക്കണ്ട. എന്തായാലും ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ നോക്കിയിരിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണിത്. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് സ്റ്റോറിൻ്റെ ഈ ഒരു ഓഫർ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഒല്ലൂരുള്ള ഹോട്ടൽ മഹേശ്വരിയിലേക്കാണ്. മുമ്പ് തൃശ്ശൂർ ടൗണിൽ താമസിച്ചിരുന്ന സമയത്ത് സ്വിഗ്ഗിന്ന് ഇവരുടെ ഊണൊക്കെ നമ്മൾ പാഴ്സൽ വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ LPG ഒക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയില്ല. എന്തായാലും ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് നേരിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഊണ് കഴിക്കുന്നത്. തൃശ്ശൂർ ഒല്ലൂരിൽ ഹൈ റോഡിൽ ക്രിസ്റ്റഫർ നഗറിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇതൊരു AC റെസ്റ്റോറൻ്റാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ചെന്ന് കയറുമ്പോൾ തന്നെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ആംബിയൻസും ആ ACയുടെ തണുപ്പൊക്കെ കിട്ടിയപ്പോൾ ഒരു സന്തോഷം തോന്നി. പ്രത്യേകിച്ച് ചൂടത്തുനിന്നാണല്ലോ വരുന്നത്. സമയം ഇപ്പോൾ 12:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൽ ഒട്ടും തിരക്കില്ല. കുഷ്യൻ്റെ ആയിട്ടുള്ള ചെയറും സോഫയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സീറ്റിംഗ് ആണ് ഇവിടെ. ഒരു കോർണർ സീറ്റ് നോക്കി ഞങ്ങളവിടെ ഇരുന്ന പാടെ ഇലയും വെച്ചു.
എന്താണെന്ന് അറിയില്ല, അമ്മയും ദീപും കുറച്ച് സാമ്പാറേ വാങ്ങിയുള്ളൂ. സാമ്പാർ എത്തിയ അല്ല, നിന്നെ കാണാൻ കഴിക്കി. ചോദിക്കാണ്ട് തന്നെ ഇത്രയും വലിയ 2 പപ്പടം കിട്ടാന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദീപുവിനത് വലിയ സന്തോഷമായി. ആ സന്തോഷത്തിൽ ദീപു ഊണങ്ങോട്ട് തുടങ്ങി. നിറയെ കഷ്ണങ്ങളൊക്കെ ഉള്ള നല്ലൊരു സാമ്പാറായിരുന്നു. അതും കൂട്ടി കുഴച്ച് ആദ്യത്തെ ഒരു പിടി തന്നെ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറിൽ ശകല ഉപ്പ് കുറവുണ്ടല്ലേ? നല്ല സദ്യ സാമ്പാർ അല്ലേ? ഉപ്പിൻ്റെ പോരായ്മ പരിഹരിക്കാനായിട്ട് പപ്പടം എടുക്കാം. പപ്പടം എടുത്ത് ഇങ്ങനെ വെച്ച് ഒരു പൊടി സാമ്പാർ കൂട്ടി ഒരു കഷ്ണം വെണ്ടക്കായ എടുത്തതിൻ്റെ മേലെ വെച്ച് അതങ്ങനെ കവർ ചെയ്യാം. വെണ്ടക്കായ വെച്ചിട്ട് പിട്ടത്തായിട്ട് പിട്ടിച്ച് സാമ്പാർ കഴിഞ്ഞ് നേരെ കിടന്നത് തോരനിലേക്കായിരുന്നു. ചോറും തോരനും എൻ്റേതായ രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. തോരനിലും ഒരല്പം ഉപ്പ് കുറവായിരുന്നു. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിലും നല്ല റിച്ചായിട്ടുള്ള തോരനാണ്. ഉപ്പിൻ്റെയും എരിവിൻ്റെ കുറവ് അങ്ങോട്ട് പരിഹരിക്കാനേ ലേശം മാങ്ങച്ചാറും അങ്ങോട്ട് എടുത്തു. മാങ്ങച്ചാറും തോരനും ചോറും എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തപ്പോൾ സംഗതി കളി അങ്ങോട്ട് മാറി. അവിയലാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അവിയലും അവിയലും രക്ഷയില്ല. എരിശ്ശേരി അടിപൊളിയാണ്. എരിശ്ശേരി അവിയലാണ് താരം അല്ലേ? അവിയൽ എരിശ്ശേരി കൂട്ടിയ അവിയലും എരിശ്ശേരി എങ്ങനെയാണോ അതിനേക്കാൾ ഉഗ്രനായിരുന്നു ഈ മോരുകറി. മോരുകറി കൂട്ടി ബാക്കിയുള്ള ചോറങ്ങോട്ട് തീർത്തു. മോരുകറി നല്ല കംപ്ലീറ്റ് കാലിയായി ഉപ്പൊഴിച്ച് ബാക്കിയൊക്കെ തീർത്തു. മോരുകറിയോടുള്ള ആ ഒരു കൊതി അങ്ങോട്ട് മാറണില്ല. മോരുകറിയും പപ്പടവും കൂട്ടി ഇത്തിരി കൂടെ ചോറങ്ങോട്ട് ഉണ്ണാന്ന് വിചാരിച്ചു. മോരുകറി നീ കൂട്ടിയാ? ഈ മോരുകറി പപ്പടം മാത്രം കൂട്ടി കഴിയണം. വേണം ഒരു പിടി നോക്കിയൊക്കെ ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് വേണം ഒരു പിടി. ഒരു ചെറിയ പിടി ഉണ്ടല്ലോ, അതെ കഴിച്ചേക്ക് രണ്ടാളും. ഇല്ലേ, ഒരു പ്രത്യേക ഫീല്, സാത്വികമായിട്ടുള്ളൊരു ഫീൽ അല്ലേ? ഞാൻ പറഞ്ഞു മോരുകറിയും ചോറും മാത്രം പപ്പടവും എന്തൊരു സുഖമല്ലേ? സേമിയ പായസം എൻ്റെ ഫേവറേറ്റ് അല്ല, എന്നാലും ടേസ്റ്റ് നോക്കി നല്ല അടിപൊളി മധുരമുള്ള പായസമായിരുന്നു. പായസം അടിപൊളിയുണ്ട്, പക്ഷേ ദീപുവിന് പ്രിയപ്പെട്ട പായസമാണ് ഞാൻ കുറച്ച് കൊടുക്കാൻ വേണം.
അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല്. അങ്ങനെ മഹേശ്വരിയിൽ നിന്ന് നല്ലൊരു ഊണൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ എറണാകുളം സീരീസിൻ്റെ 1-2 വീഡിയോസ് കൂടി വരാനുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് അതായിരിക്കും വരിക. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.